എല്ലാവർക്കും വെബ് ഡയറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പൊട്ടിപ്പാളീസായി പോയ ഒരു ഇൻ്റർവ്യൂ കഥ പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്തായിരുന്നു ഫസ്റ്റ് റൗണ്ട്, എന്തായിരുന്നു സെക്കൻഡ് റൗണ്ട്, എന്തായിരുന്നു തേർഡ് റൗണ്ട്, ഞാൻ പൊട്ടിയത് തേർഡ് ആൻഡ് ഫൈനൽ റൗണ്ടിലായിരുന്നു. ഇവിടെ ദുബായിൽ നമ്മുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്പോൺസർഷിപ്പ് നമ്മുടെ കമ്പനി ആയിരിക്കും ഏറ്റെടുക്കുന്നത്. അവരായിരിക്കും വിസ എല്ലാം പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ ജോലി പോയിട്ടിപ്പം കുറച്ച് ദിവസമായല്ലേ. അപ്പോൾ അതോടൊപ്പം തന്നെ എൻ്റെ സ്പോൺസർഷിപ്പ് അവിടെ ക്യാൻസലാവും. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് 2 months വിസിറ്റ് വിസയിലാണ്. അപ്പോൾ എൻ്റെ വിസിറ്റ് വിസ തീരാനായിട്ട് ഇനി വെറും 10 ദിവസം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ 36 ദിവസമായിട്ട് ഞാൻ ജോലിക്കെല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ പോലും കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ 37ാമത്തെ ദിവസം എനിക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂ കോൾ കിട്ടി. HR ആണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. HR കമ്പനിയെ പറ്റിയെല്ലാം വിശദീകരിച്ച് പറഞ്ഞു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്പനി ആയിരുന്നു. അപ്പോൾ HR കുറച്ച് ടെക്നിക്കൽ നോളജ് അല്ലെങ്കിൽ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു HR ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരി എൻ്റെ അടുത്ത് ഒരു 12 to 15 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാൻ അപ്രതീക്ഷിതമായിട്ട് തന്നെ പുള്ളിക്കാരി സ്റ്റാർട്ട് ചെയ്തത് HTML നിന്നായിരുന്നു. അപ്പം എന്താണ് HTML, എന്തിനാണ് HTML യൂസ് ചെയ്യുന്നത്, എന്താണ് ടാഗ്സ്, 2-3 ടാഗ്സിൻ്റെ എക്സാമ്പിൾ, ഏത് ടാഗാണ് നിങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, വാട്ട് ഈസ് HTML ആക്സസിബിലിറ്റി. അപ്പം HTML ആക്സസിബിലിറ്റി എന്നുള്ള ചോദ്യം ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം എനിക്ക് ഉത്തരം പറയാനായിട്ട് പറ്റി. HTML ആക്സസിബിലിറ്റി ഞാൻ പണ്ട് എപ്പോഴോ വായിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് ഓർമ്മയിൽ വന്നിട്ടില്ലായിരുന്നു. പിന്നെ എന്തിനാണ് ഇമേജ് ടാഗിൽ ആൾട്ട് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. ഓക്കെ, അതിനുശേഷം CSSലേക്ക് കടന്നു. CSSലും എന്താണ് CSS, എന്തിനാണ് CSS യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് റെസ്പോൺസീവ്നെസ് കൈകാര്യം ചെയ്യുന്നത്, നിങ്ങൾക്ക് SCSS, SAS, SASS, LESS അറിയാമോ, അതിന് 2-3 എക്സാമ്പിൾ പറയാമോ എന്ന് ചോദിച്ചു. ടെയിൽവിൻഡ് CSS, ബൂട്ട്സ്ട്രാപ്പ്, മെറ്റീരിയൽ UI പോലുള്ള ഫ്രെയിം വർക്ക്സ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ ഫ്രെയിം വർക്ക് അല്ല, ലൈബ്രറീസ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഓക്കെ, അത്രയാണ് CSSൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് റിയാക്ട് JSൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. ആസ് യൂഷ്വൽ, എന്തിനാണ് റിയാക്ട് JS, എന്താണ് അഡ്വാൻറ്റേജസ് യൂസിങ് റിയാക്ട് JS, പിന്നെ എന്താണ് കമ്പോണൻസ്, റിയാക്റ്റിലെ കമ്പോണൻസ് എന്താണ് റിയാക്റ്റിലെ സ്റ്റേറ്റ്, ഹുക്സിന് കുറച്ച് എക്സാമ്പിൾ പറയാമോ. ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ അടുത്ത് റിയാക്റ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാത്തിനും ഞാൻ ഉത്തരം പറഞ്ഞു, എക്സെപ്റ്റ് പ്രോപ്സ്. കാരണം പ്രോപ്സിൻ്റെ ആക്ച്വലി HR നോക്കുന്നത് കണ്ണിങ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ ടേം ആയിരുന്നു നോക്കുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ കുറച്ച് വലിച്ചു വാരി ഉത്തരം പറയുന്ന ഒരു ടൈപ്പിലാണ് ആ ഇൻ്റർവ്യൂ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രോപ്സ് എന്താണെന്ന് നമുക്കറിയാം, പക്ഷേ അതിൻ്റെ ഒരു ടെക്നിക്കൽ വേ ഓഫ് ട്രാൻസ്ഫറിങ് ഡാറ്റ ഫ്രം വൺ കമ്പോണൻറ്റ് ടു അനദർ എന്നുള്ള ആ ഒരു ലൈൻ എനിക്ക് പറയാൻ പറ്റിയില്ല. പക്ഷേ എന്താണ് പ്രോപ്സ്, എങ്ങനെയാണ് പ്രോപ്സ് എഴുതുന്നത്, എവിടെയാണ് അത് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഷീ വാസ് ഓക്കെ വിത്ത് മൈ ആൻസർ. പിന്നെ ജാവാസ്ക്രിപ്റ്റിലും കുറച്ച് ചോദിച്ചു. എന്താണ് ജാവാസ്ക്രിപ്റ്റ്, വാർലെറ്റ് കോൺസ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഫെച്ച്, അസിങ്ക്, അവൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ടോ, അതെവിടെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാനത് ആ കോളിൽ തന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതി വെച്ചായിരുന്നു, പക്ഷേ ആ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഓക്കെ, പുള്ളിക്കാരി ഓക്കെ ആയിരുന്നു. അങ്ങനെ എന്നെ സെക്കൻഡ് റൗണ്ടിലേക്ക് സെലക്ട് ചെയ്തു. തൊട്ടടുത്ത ദിവസം എനിക്ക് സെക്കൻഡ് ടെസ്റ്റിലേക്കുള്ള ഓൺലൈൻ ടാസ്ക് എനിക്ക് മെയിലിൽ അയച്ചു തന്നു. ഒരു PDF ഉണ്ടായിരുന്നു. ആ PDFൽ ഒരു ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു ടേബിൾ ഉണ്ടായിരിക്കും. ആ ടേബിളിൽ നിന്ന് നമ്മൾ ഡ്രാഗ് ചെയ്ത് റൈറ്റിലേക്ക് ഇടുമ്പോൾ നമുക്കവിടെ ആ ടേബിളിൻ്റെ ഡേറ്റ കാണിക്കണം. സോ അതെന്തായിരുന്നു എന്നുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ അതിൻ്റെ ഒരു ഡെമോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ അതിൻ്റെ കോഡ് കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, കാരണം കുറേ കോഡുണ്ട്. പക്ഷേ എന്തായിരുന്നു ഔട്ട്പുട്ട്, ഞാനത് എങ്ങനെയാണ് അച്ചീവ് ചെയ്തതെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം ജസ്റ്റ് ഒന്ന് കാണിക്കാം. അങ്ങനെ കുറേ സമയത്തെ നിരന്തര പരിശ്രമം കൊണ്ട് ആ ടെസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ എനിക്ക് ആ ടെസ്റ്റിൽ കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ HR പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കിതിൽ കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. കാരണം അവർ എഴുതിയിരിക്കുന്ന ഡിസ്ക്രിപ്ഷനും അവർ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇമേജും തമ്മിൽ എനിക്കങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ HR കുറച്ച് സംശയം ഉണ്ടെന്ന് ചോദിച്ചപ്പം പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇതിന് മുന്നേ കുറച്ച് പേര് ഈ ഒരു ടാസ്ക് ചെയ്തിട്ടുണ്ട്, അവരൊന്നും ഡൗട്ട് ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്നിരുന്നാലും ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനൊരു റിപ്ലൈ കിട്ടിയപ്പോൾ ഞാനും വിചാരിച്ചു, അവർ ഈ പറയുന്ന ടെക്സ്റ്റും ഡിസ്ക്രിപ്ഷനും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം അത്ര വലുതായിട്ട് ചിലപ്പോൾ ശ്രദ്ധിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചു.
എന്നിട്ട് ഞാൻ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഡൗട്ട്സ് മാത്രം ചോദിച്ചു. അതിന് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ആൻസറും എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ ടെസ്റ്റ് സബ്മിറ്റ് ചെയ്തു. പിറ്റേന്ന് എനിക്ക് HR-ൻ്റെ ഒരു കോൾ വന്നു. അത് കംപ്ലീറ്റ് ആയിട്ടില്ല, 1-2 പോയിൻ്റ് മിസ്സാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പം നമ്മൾ ഡ്രാഗ് ചെയ്തിടാൻ നേരം ഉള്ള ഒരു പൊസിഷനിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ കറക്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ വേറൊരു പോയിൻ്റ് കൂടി ഉണ്ടായിരുന്നു. ആ പോയിൻ്റ് ഞാൻ ആക്ച്വലി ഇനിഷ്യൽ ആ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു വെച്ചാൽ അവർ തന്ന ഡെഡ് ലൈനിനുള്ളിൽ എനിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാനത് മെയിലിൽ അയച്ചു കൊടുത്തു. 8 പോയിൻ്റാണുള്ളത്, 7 പോയിൻ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, 1 പോയിൻ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ഇന്ന കാര്യങ്ങൾ വെച്ചിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അവർ വിളിക്കത്തില്ല, കാരണം നമ്മൾ 90% മാത്രമല്ലേ ചെയ്തുള്ളൂ, 10% നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ HR എന്നെ വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞു, യു ആർ സെലക്റ്റഡ് ഫോർ ഫൈനൽ റൗണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഫൈനൽ റൗണ്ടിന് വേണ്ടിയിട്ട് എനിക്ക് അബുദാബിയിൽ പോകണം. ഞാൻ ദുബായിലാണ് താമസിക്കുന്നത്. അങ്ങനെ സമയം പറഞ്ഞു. ഞാൻ ഫൈനൽ റൗണ്ടിന് വേണ്ടിയിട്ട് ഞാൻ അബുദാബിയിലേക്ക് പോയി. അപ്പോൾ അന്നത്തെ ഇൻ്റർവ്യൂവിൻ്റെ അജൻഡാസ് എനിക്ക് ഓൾറെഡി മെയിലിൽ തന്നിട്ടുണ്ടായിരുന്നു. എക്സ് എന്ന് പറയുന്ന ഒരാൾ ആയിരിക്കും ഇൻ്റർവ്യൂ എടുക്കുന്നത്. ആൾ സീനിയർ ഡെവലപ്പറാണ്. പ്രോജക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണം, കോഡ് എക്സ്പ്ലെയിൻ ചെയ്യണം, പിന്നെ അവർ ചോദിക്കുന്ന ടെക്നിക്കൽ ക്വസ്റ്റ്യൻസിന് ഉത്തരം പറയണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഈ ഒരു സീനിയർ ഡെവലപ്പർ വേറൊരു ഡെവലപ്പറിനെ കൂടി ഓൺലൈനിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഇത് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആണ്. മറ്റൊരാൾ ടീംസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ ഓൺലൈനിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം ഈ സീനിയർ ഡെവലപ്പർ എൻ്റെ അടുത്ത് ആകെ ചോദിച്ചത് ഒരു ചോദ്യമാണ്, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. അപ്പോൾ ഞാൻ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ സീനിയർ ഡെവലപ്പർ ഓക്കെ വി വിൽ മൂവ് ടു ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ സീനിയർ ഡെവലപ്പർ ഫുൾ ടൈം ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളി ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കും എന്നല്ലാതെ പുള്ളി ഈ ഒരു ഇൻ്റർവ്യൂവിൽ യാതൊരു വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടില്ല. അതിനുശേഷം പുള്ളിയുടെ ലാപ്ടോപ്പ് എനിക്ക് തന്നു. ആ ലാപ്ടോപ്പ് അവിടെ വലിയൊരു സ്ക്രീൻ ഉണ്ടായിരുന്നു, ആ സ്ക്രീനിൽ കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ, ആ വലിയ സ്ക്രീനിൽ നോക്കുമ്പം എൻ്റെ സിസ്റ്റത്തിലെ സ്ക്രീൻ എന്താണോ അത് തന്നെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ എനിക്ക് ഇൻസ്ട്രക്ഷൻസ് ആ സ്ക്രീനിൽ നിന്ന് വരുന്നു. അപ്പോൾ അപ്പുറത്തൊരാൾ ഓൺലൈനിൽ കണക്ട് ചെയ്ത് നിൽപ്പുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷനായി. ഞാൻ ആരുടെ മുഖത്ത് നോക്കി സംസാരിക്കണം, സ്ക്രീനിലോട്ട് നോക്കി സംസാരിക്കണോ, ഇവിടെ നോക്കി സംസാരിക്കണോ? ഇദ്ദേഹമാണെങ്കിൽ ഫുൾ ടൈം ഫോണിലാണ്. അപ്പോൾ അപ്പുറത്തുനിന്ന് എനിക്ക് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ പുള്ളി ചോദിച്ചത് ഡിഫറൻസ് ബിറ്റ്വീൻ അപ്ലൈ ആൻഡ് ബൈറ്റ്, വൈ വി യൂസ്, വേ ഡു വി യൂസ്, ഡിഫറൻസ് ബിറ്റ്വീൻ കോൾ ബാക്ക് ആൻഡ് യൂസ് മെമ്മോ, ഡിഫറൻസ് ബിറ്റ്വീൻ സെറ്റ് ഇൻ്റർവൽ ആൻഡ് സെറ്റ് ടൈം ഔട്ട്, വാട്ട് ഈസ് യൂസ് കോണ്ടെക്സ്റ്റ്, റൈറ്റ് ആൻഡ് HOC കമ്പോണൻറ്റ്, ഹയർ ഓർഡർ കമ്പോണൻറ്റ്. വേറെയും കുറച്ച് ചോദ്യങ്ങൾ കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എനിക്കത് എഴുതി വെക്കാനായിട്ട് പറ്റിയില്ല. എൻ്റെ ഓർമ്മയിൽ വന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പം ഭൂരിഭാഗം ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം കൊടുത്തു. അതിനുശേഷം ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് എന്നോണം, ഈ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് അവരെൻ്റെ അടുത്ത് പ്രോജക്റ്റ് റൺ ചെയ്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞെന്ന് വെച്ചാൽ എനിക്ക് സങ്കടം തോന്നിയൊരു കാര്യം, ഞാൻ വളരെ കഷ്ടപ്പെട്ട് എഴുതിയ കോഡ് ഒന്നും തന്നെ അവർ തുറന്നു പോലും നോക്കിയിട്ടില്ല. അവർക്ക് ജസ്റ്റ് ഔട്ട്പുട്ട് മാത്രം, കോളം അങ്ങോട്ട് വലിച്ചിട്, കോളം ഇങ്ങോട്ട് വലിച്ചിട്, ഡ്രാഗ് ചെയ്യുക, അവരതിൻ്റെ ഔട്ട്പുട്ട് മാത്രം ജസ്റ്റ് നോക്കി. അതായിരുന്നു ഫസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു ഈ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനകത്തും അവർ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ പറഞ്ഞു തന്നു. അതിനുശേഷം ഈ ഒരു ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അതിനുശേഷമാണ് ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് എന്നോണം എനിക്ക് 2 ജാവാസ്ക്രിപ്റ്റ് പ്രോബ്ലംസ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു സമയം ആയപ്പോൾ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം സിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ടോട്ടലി വേറൊരു ലോകത്തെത്തിയതുപോലെ ആയിരുന്നു. കാരണം എനിക്ക് അങ്ങോട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെ എനിക്കെന്തോ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നി. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ 37 ദിവസമായിട്ട് ഞാൻ 100+ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം 100+ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. 50+ ലീഡ് കോഡ് പ്രോബ്ലംസും ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ
പ്ലസ് നമ്മുടെ സ്ട്രെങ്ത് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, ഒരു 8+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്. പക്ഷേ ആ 2 ചോദ്യത്തിനും, ആ ചോദ്യം വലിയ കട്ടിയുള്ള ചോദ്യമാണെന്ന് ചോദിച്ചാൽ അത്ര കട്ടിയുള്ള ചോദ്യമൊന്നുമല്ല, പക്ഷേ ആ 2 ചോദ്യത്തിനും ഞാനൊരു ഫങ്ഷൻ തന്നെ ഡിക്ലെയർ ചെയ്യാനായിട്ട് തന്നെ എനിക്ക് കുറേ സമയം വേണ്ടി വന്നു. അതൊരു പക്ഷേ ഇപ്പം ഇൻ കേസ് ഞാൻ കോഡ് എഴുതുന്ന സമയത്ത് എൻ്റെ പുറകിൽ ആരെങ്കിലും വന്ന് നിൽക്കുവാണെങ്കിൽ തന്നെ ഞാനൊന്ന് എൻ്റെ കോഡിങ് പ്രോസസ്സ് ഒന്ന് സ്ലോ ആവും. അത് എനിക്ക് മാത്രമല്ല കുറേ പേർക്ക് ഞാനങ്ങനെ എന്നോട് അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ കോഡ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പുറകിൽ ടീം ലീഡോ മാനേജറോ ആരെങ്കിലും വന്നിട്ട് ഇവൻ എന്താ ചെയ്യുന്നതെന്ന് ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രഗിൾസ് വരും, മെൻ്റലി ഒരു സ്ട്രഗിൾസ് വരും. അപ്പോൾ അതുപോലൊരു സിറ്റുവേഷൻ ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്ലസ് അതിന് മുമ്പുണ്ടായിരുന്ന ആ ഒരു ഇൻസിഡൻസും എനിക്ക് കുറേ മെൻ്റൽ ബ്ലോക്സ് ഉണ്ടാക്കി. അപ്പോൾ ആ 2ൻ്റെയും ഔട്ട്പുട്ട് എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. ഒന്നൊരു നെസ്റ്റഡ് ഒബ്ജക്ട്സിനകത്തുനിന്ന് വാല്യൂസിനെ ഫ്ലാറ്റൺ ഒബ്ജക്റ്റാക്കി കാണിക്കുക എന്നുള്ളതായിരുന്നു. മറ്റൊന്ന് സെറ്റ് ടൈം ഔട്ട് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ 2 ഞാൻ ഫെയിലായി. അപ്പോഴത്തേക്ക് നമ്മുടെ അദ്ദേഹം ചാടി എണീറ്റു. നമ്മുടെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്ന ആൾ ചാടി എണീറ്റിട്ട് എനിക്ക് കൈ തന്നിട്ട് പറഞ്ഞു, ഓക്കെ വി ഹാവ് ഡൺ വിത്ത് ദിസ് ഇൻ്റർവ്യൂ, ഓക്കെ എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ HR-നെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. HR-നോട് നമ്മൾ കാര്യം പറയണം, കാരണം തുടക്കം മുതൽ ഈ ഒരു റൗണ്ട് വരെ HR ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ HR-നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. അപ്പം ഞാൻ അവിടെ നടക്കുമ്പോഴും, ഞാൻ അവിടുന്ന് ടാക്സി പിടിക്കുമ്പോഴും, ഞാൻ ബസ്സിൽ കയറിയിരിക്കുമ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുകയാണ് ഞാൻ എങ്ങനെയാണിത് ഫെയിലായത്. ആ ഒരു 2 ക്വസ്റ്റ്യൻസ്, അതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ പോട്ടെ, അവിടെ എന്ത് നടന്നു എന്നുള്ളത് ഓക്കെ. പക്ഷേ എന്തുകൊണ്ട് എനിക്ക് ആ 2 ക്വസ്റ്റ്യന് ഉത്തരം നൽകാൻ പറ്റിയില്ല എന്നുള്ളത് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരവാണ് ഞാൻ ഈ വീഡിയോയിലുടനീളം എക്സ്പ്ലെയിൻ ചെയ്തത്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ കാര്യങ്ങൾ പറയാൻ പറ്റിയത്. ഓക്കെ, ഞാൻ ചെറിയൊരു കാരണം വെളുപ്പിനെ എണീറ്റ് പോയതുകൊണ്ട് എനിക്ക് ചെറിയൊരു ഉറക്കം ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു 30 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിരുന്ന് ഒന്ന് മൈൻഡൊന്ന് ഫ്രഷ് ആക്കിയതിന് ശേഷം ഞാൻ ആ ബസ്സിലിരുന്ന് തന്നെ 2.5 മണിക്കൂർ യാത്രയായിരുന്നു. ബസ്സിലിരുന്നിട്ട് തന്നെ ഞാൻ ആ കോഡ്, ആ പ്രോബ്ലംസ് ഒന്നുകൂടെ ചെയ്യാനായിട്ട് നോക്കി. അപ്പോൾ അതിലൊരു പ്രോബ്ലം, ആ സെറ്റ് ഇൻ്റർവെലിൻ്റെ പ്രോബ്ലം എനിക്ക് വളരെ സ്മൂത്തായിട്ട് എനിക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടി. കാരണം ഞാൻ കോഡ് എഴുതാൻ നേരം ഓക്കെ മെമ്മറി അലൊക്കേഷൻ, പിന്നെ എക്സിക്യൂഷൻ ഫേസിൽ എന്താ സംഭവിക്കുന്നത്, ഒരു സെറ്റ് ടൈം ഔട്ട് എന്ന് പറയുമ്പം ഒരു അസിൻക്രണസ് ആണ്, അതിനെ കോൾ സ്റ്റാക്കിൽ നിന്ന് മൈക്രോ ടാസ്കിലേക്ക് മാറ്റുന്നു, അത് തിരിച്ച് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഞാൻ ഓരോ ലൈൻ എഴുതുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടാണ് ഞാൻ കോഡ് എഴുതുന്നത്. 2ാമത്തെ ക്വസ്റ്റ്യൻ ഞാനൊരു 80% എനിക്ക് ചെയ്യാൻ പറ്റി. ഓക്കെ, ഞാൻ ലാപ്ടോപ്പ് അടച്ചു വെച്ചു, തിരിച്ച് ദുബായിലെത്തി, ഹോട്ടലിൽ കയറി, നല്ല അടിപൊളി ഒരു ബിരിയാണി കഴിച്ചു, വീട്ടിൽ വന്നു, നമ്മൾ അടുത്ത ഇൻ്റർവ്യൂവിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ജോലി അന്വേഷിച്ച് വരുന്നവരോടൊക്കെ ഞാൻ പറയാറുണ്ട്, നമുക്കൊരു സമയം, നമുക്കൊരു ലക്ക് കൂടി വേണം എന്നുള്ളത്. കാരണം ഞാൻ ആ ഒരു ഫാക്ടറിൽ എന്തോ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ 9 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ദുബായിൽ വരാൻ നേരം എനിക്ക് ജാവാസ്ക്രിപ്റ്റോ JKUയിലോ എനിക്ക് ഒരു വിധത്തിലുള്ള നോളജും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ കയറിയ കമ്പനിയിൽ ഇത് 2ഉം ആവശ്യമുണ്ടായിരുന്നു. എനിക്ക് തന്ന ടാസ്കിലും ഒരു ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ഞാൻ HTML-ഉം CSS-ഉം ചെയ്ത് കഴിഞ്ഞ് ഇനി ജാവാസ്ക്രിപ്റ്റ് എനിക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ടീം ലീഡർ വന്നിട്ട് പറഞ്ഞത്, പുള്ളിക്ക് അത്യാവശ്യമായിട്ടൊരു ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ട്, സോ നിൻ്റെ റിസൾട്ട് കാണിക്കാൻ പറഞ്ഞു. ഞാൻ HTML-ഉം CSS-ഉം കാണിച്ചു. പുള്ളി ഓക്കെ ആയിരുന്നു. അതിനുശേഷം ജാവാസ്ക്രിപ്റ്റ് അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ അറിയാമെന്ന് പറഞ്ഞു, കള്ളം പറഞ്ഞു. എനിക്കവിടെ ജോലി കിട്ടി. അപ്പോൾ ആ ഒരു ജോലി എനിക്ക് കിട്ടാനായിട്ട് എൻ്റെ നോളജിനേക്കാൾ കൂടുതൽ എനിക്കവിടെ എന്തുണ്ടായിരുന്നു, ലക്ക് അല്ലെങ്കിൽ ഭാഗ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് നോളജും കുറേ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസ്, കാരണം അന്നൊക്കെയെന്ന് വെച്ചാൽ എനിക്ക് ദുബായിലത്തെ ഇൻ്റർവ്യൂവിനെ പറ്റിയൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു. ഇന്ന് എനിക്ക് ദുബായിലത്തെ ഇൻ്റർവ്യൂസിനെ പറ്റി കുറച്ച് അറിവുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയറും ചെയ്തു. പക്ഷേ ആ ലക്ക് എന്ന് പറയുന്ന ഫാക്ടറാണോ, അല്ലെങ്കിൽ ഞാൻ ആ ഒരു സമയത്ത് എൻ്റെ ഒരു മെൻ്റൽ വെൽബീയിങ് തകർന്നു പോയത് കൊണ്ടാണോ എന്നറിയില്ല. എന്നിരുന്നാലും ഈ ഒരു ജോലി എനിക്ക് നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇൻ്റർവ്യൂ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും അതിനർത്ഥം ഞാൻ നല്ലൊരു ഡെവലപ്പർ അല്ല എന്നല്ല അല്ലേ. കാരണം അങ്ങനെ ഞാൻ നല്ലൊരു ഡെവലപ്പർ അല്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ലാസ്റ്റ് 8 വർഷം ഈ ഒരു ഫീൽഡിൽ ഒരിക്കലും പിടിച്ച് നിൽക്കില്ലായിരുന്നു.
ഞാൻ നല്ലൊരു ഡെവലപ്പർ അല്ലായിരുന്നു ഉണ്ടെങ്കിൽ ഞാൻ കയറിയ കമ്പനീസിൽ നിന്ന് തന്നെ ഫസ്റ്റ് 1 മന്തിൽ തന്നെ അവരെന്നെ പുറത്താക്കിയനായിരുന്നു. പിന്നെ ഒരുപാട് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ആമസോൺ അല്ലെങ്കിൽ മെറ്റ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഹൺഡ്രഡ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് ഇൻ്റർവ്യൂസ് ഫെയിലായിട്ടാണ് അവർ ആ ഒരു ഇൻ്റർവ്യൂവിലെത്തുന്നത്. സോ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ആകെപ്പാടുള്ളൊരു കാര്യം, ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞു, പുതിയ ചാപ്റ്ററിന് വേണ്ടിയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുക. അപ്പോൾ എൻ്റെ മുമ്പിൽ ഇനി 10 ദിവസം ആണ് ഉള്ളത് ഈ ഒരു വിസിറ്റ് തീരാനായിട്ട്. അപ്പം 37ാമത്തെ ദിവസമാണ് എനിക്ക് ഫസ്റ്റ് കോൾ കിട്ടിയത്. സോ എനിക്ക് തോന്നുന്നത് ഞാൻ 2 മാസം കൂടി ദുബായിലുള്ള വിസിറ്റ് വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് ആ ഒരു ഓൺലൈൻ ടാസ്ക് എന്തായിരുന്നു എന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് താഴെ കമൻറ്റിൽ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് തന്ന ആ ടാസ്ക് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ കോഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരുന്നു നമുക്ക് നോക്കാം. അതായത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു നമ്പർ ഓഫ് ടേബിൾസ് ഉണ്ട്, റൈറ്റ് സൈഡിൽ നമുക്കൊരു ഗ്രിഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ടേബിൾസിനെ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിടാം. ഇപ്പം ഞാൻ ഇവിടെയാണ് ഡ്രാഗ് ചെയ്തിടുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെയല്ല വീഴേണ്ടത്, അത് ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത അവൈലബിൾ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടേബിൾ അടുത്തടുത്ത് വന്ന് നിൽക്കണം. ഇനി നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഫോയെ നമ്മൾ കുറച്ച് താഴേക്ക് മാറ്റിയിട്ട് നമ്മൾ ഇത് ഡ്രാഗ് ചെയ്തിടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ അവൈലബിൾ സ്പേസിലേക്ക് മാറണം. ഇതൊരു പോയിൻ്റ് ആയിരുന്നു. പിന്നെ അവർ പറഞ്ഞ മറ്റ് പ്രധാനപ്പെട്ട പോയിൻ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതുപോലെ ഡിലീറ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പം ഞാൻ കാണിച്ചതും ഒരു പോയിൻ്റ് ആയിരുന്നു, ഡിലീറ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് ഈ ടേബിളിൽ നിന്ന് മറ്റൊരു ടേബിളിൻ്റെ കോളത്തിലേക്ക് നമുക്ക് കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റണം. കണ്ടോ, ഇപ്പോൾ ഒരു കണക്ഷൻ ലൈൻ വന്ന കണ്ടോ, ഈ ഏജും ഇതും. ഇനി ഈ എംപ്ലോയി ഐഡിയ നമ്മളിവിടെ ഡ്രാഗ് ചെയ്തിടുമ്പോൾ ഇവർ തമ്മിലൊരു കണക്ഷനായി, അതൊരു പോയിൻ്റ് ആയിരുന്നു. ഇനി എനിക്ക് ഇത് സ്ക്രോൾ ചെയ്യാൻ പറ്റണം. ഇനി ഇവിടെ നിന്ന് ഞാനിവിടെ ഡ്രാഗ് ചെയ്ത് വീണ്ടും ഇടുമ്പോൾ കാരണം നമ്മൾ ഓൾറെഡി ഏജ് നമ്മൾ ഡ്രാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് ഒരു പോപ്പപ്പ് കിട്ടണം, ഓൾറെഡി ഡ്രാഗ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഇത് ഡ്രാഗ് ചെയ്യാൻ പറ്റണം, ഡ്രാഗ് അല്ല റീസൈസ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പം അതിൻ്റെ കണക്ഷൻസ് എല്ലാം അവിടെ നിന്ന് പോകണം. അതുപോലെ തന്നെ നമ്മളിവിടെ കണക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലൈൻ നമുക്കവിടെ ഡിലീറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതുപോലെ കുറേ കാര്യങ്ങൾ ഈ ഒരു ടാസ്കുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റാതിരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിവിടെ ഒരു കണക്ഷൻ ഉണ്ടാക്കി, അപ്പം ഈ എംപ്ലോയി ഐ ഡി ഈ ഒരു പോയിന്റിലാണ്, ഇതുണ്ടോ, ഈ ഒരു പോയിന്റിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിവിടെ സ്ക്രോൾ ചെയ്യാൻ നേരം ഈ എംപ്ലോയി ഐ ഡിയുടെ ഇതിങ്ങനെ മുകളിലേക്ക് പോവല്ലേ, അപ്പോൾ ഈ ലൈനും ഇതോട് അറ്റാച്ച് ചെയ്തിട്ട് മുകളിലേക്ക് പോകണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഫെയിൽ ആയിട്ടുള്ള ഒരു കാര്യം ഇതിനകത്ത്. അപ്പോൾ ഇതിൻ്റെ കോഡ് ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഈസിയാണ്, നമുക്ക് കസ്റ്റം JS വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ റിയാക്ട് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈബ്രറിയാണ് ഞാൻ ഈ ഒരു ലൈൻസ്, ആ ഒരു കണക്ഷൻ ലൈനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇങ്ങനെ നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ കോഡ് ഞാൻ പരിപൂർണമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഇതിനകത്ത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ ആപ്പിനകത്ത് ഒരു കണ്ടെയ്നറും ലേഔട്ട് റാപ്പറും സൈഡ് ബാറൊക്കെ ക്രിയേറ്റ് ചെയ്തു. അപ്പം ആ ഇടതുവശത്ത് കണ്ട ആ ഒരു ടേബിള് നമ്മൾ മാപ്പ് ചെയ്യുന്നത് ഈ സൈഡ് ബാർ ട്രീയിലേക്കാണ്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒരു ഡേറ്റ സ്ട്രക്ചർ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്കൊരു മൊത്തത്തിലൊരു ടേബിൾ ഗ്രൂപ്പ് ഉണ്ട്, കണ്ടല്ലോ, ടേബിൾ ഗ്രൂപ്പ്, ടേബിൾ ഗ്രൂപ്പ്, ടേബിൾ ഗ്രൂപ്പ്. അതാണ് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കണ്ട 3 ടേബിൾ ഗ്രൂപ്പ്. അതിനകത്ത് നമ്മൾക്കൊരു ടേബിൾ ഗ്രൂപ്പ് 1-നകത്ത് നമുക്ക് ഇതുണ്ടോ ഒരു 3 എത്ര ടേബിളുണ്ട്, 2 ടേബിളുണ്ട്. അതായത് ഈ ഇമ്പോർട്ടൻ്റ് പേഷ്യൻ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന 3 ടേബിൾ ഗ്രൂപ്പിനകത്ത് നമുക്ക് 2 ടേബിൾസാണ് ഫസ്റ്റ് വണ്ണിലുള്ളത്. ആ ടേബിളിനകത്ത് നമുക്ക് കോളംസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഡ്രാഗ് ചെയ്തിടുമ്പം ഞാൻ ഈ കോളംസിനെയാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ ഞാൻ എന്ത് ചെയ്തു, മാപ്പ് ചെയ്തിട്ട് ആ ഒരു സൈഡ് ബാറിൽ കാണിച്ചു. പിന്നീട് ഇതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഈ ഒരു കമ്പോണൻ്റ് ആണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ആ ഒരു കണക്ഷൻ ലൈൻ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു റിയാക്ട് ലൈബ്രറിയുടെ, അതിനകത്തുള്ള ഈ കണക്ഷൻ ലൈനൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ റിയാക്ട് ഫ്ലോയുടെ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഫങ്ഷൻസ് ഒക്കെ വെച്ചിട്ടാണ്.
പിന്നെ ആ ഒരു ഗെറ്റ് നെക്സ്റ്റ് പൊസിഷൻ, അതായത് ഡ്രാഗ് ചെയ്തിടുമ്പോൾ ഉള്ള ആ ഒരു പൊസിഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമായിരുന്നു. പിന്നെ ഹാൻഡിൽ ഡ്രോപ്പ്, നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ നേരം അതിൽ നിന്ന് നമ്മൾ ഡേറ്റ എടുക്കണം, ഏത് ടേബിളാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നതെന്ന് നോക്കണം. പിന്നെ ടേബിളാണോ ഡ്രോപ്പ് ചെയ്യുന്നത്, കോളമാണോ ഡ്രോപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ഓൾറെഡി ആ ടേബിൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ സെറ്റ് നോഡ് എന്ന് പറഞ്ഞാൽ ഈ റിയാക്ട് ഫ്ലോ ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നോഡാണ്, ഇതൊരു നോഡാണ്. അപ്പം അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മെയിനകത്തുള്ളത്. ഈ മെയിനകത്ത് തന്നെ നമ്മളിവിടെ ഒരു കസ്റ്റം ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കസ്റ്റം ടേബിൾ നോഡ്. അപ്പോൾ ഈ ടേബിൾ നോഡിനകത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ, കാരണം ഇവിടെ നിന്ന് നമ്മൾ ഡ്രാഗ് ചെയ്തിടണം അല്ലേ. ഡ്രാഗ് ചെയ്തിട്ടതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഓരോ കോളത്തിനെയും നമ്മൾ ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ടേബിൾ നോഡ് എന്ന് പറയുന്നത് ഈ ഓരോ ടേബിളുമാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്യണമായിരുന്നു. കാരണം കോളം ടു കോളം നമ്മൾ ഹാൻഡിൽ ഡ്രാഗ് സ്റ്റാർട്ട് ചെയ്യാൻ നേരം കുറേ ഡേറ്റാസ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അത് അടുത്ത ടേബിളിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ നേരം നമ്മൾ കുറേ ഇൻഫർമേഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ കാര്യങ്ങൾ ഈ ഒരു ടാസ്ക് വഴി പഠിക്കാൻ പറ്റി. ഈ ഒരു ജോലി എനിക്ക് കിട്ടിയില്ല എന്നുള്ളതൊരു ഫാക്റ്റ് ആണെങ്കിലും ഈ ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സിൽ എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതിൽ മെയിനായിട്ട് ഞാൻ കൺസിഡർ ചെയ്യേണ്ടത് കുറച്ചുകൂടി ലീഡ് കോഡ് പ്രോബ്ലംസ് ഇനിയും സോൾവ് ചെയ്യണം, കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് സോൾവ് ചെയ്യണം. അതുപോലെ തന്നെ മറ്റൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ പോയിരിക്കുമ്പം എങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിനെ വളരെ കാമാക്കി വെച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടി ഞാൻ പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.